Alhamdulillah wassalatu wassalamu ala asyrafir rusul wa ala alihi wa sahbihi al-faizin billah. nawaitu al-i'tikaf fi hadhal masjid lillahi ta'ala anniyatoടെ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിലകൊള്ളുന്ന സത്യവിശ്വാസികൾ, കാരുണ്യവാനായ റബ്ബ് നമ്മെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്. അതിലുപരി സൃഷ്ടാവായ അല്ലാഹുവിൽ ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വമെന്ന് വിശേഷിച്ച മനുഷ്യ വംശമാണ്. അതിലുപരി ഖുത്ബയിൽ കേട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട രംഗമാണ്. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതരാണ് നമ്മൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് വേണ്ടതൊക്കെ തന്ന് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എന്നല്ല ഈ ഐഹികമായ ജീവിതത്തിൽ ശാന്തി സുന്ദരമായ ജീവിതം ചിട്ടപ്പെടുത്താൻ, മാനസിക സംതൃപ്തിയോടെ ജീവിക്കാൻ, അതിലുപരി നമ്മുടെ ലക്ഷ്യസ്ഥാനമാകുന്ന പാരത്രിക ജീവിത വിജയം കൈവരിക്കാൻ റബ്ബിലേക്ക് മടങ്ങൽ അനിവാര്യമാണ്. വിശുദ്ധ ഖുത്ബയുടെ ചെറിയൊരു വിശദീകരണമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങുക, ചെയ്തുപോയ ഇന്നലകളിൽ നിന്ന് പൂർണ്ണമായി പാശ്ചാത്തപിക്കുക, അതോടൊപ്പം തന്നെ ഈ ഐഹികമായ ജീവിതത്തിൽ സമാധാനത്തോടെയുള്ള ജീവിതം ചിട്ടപ്പെടുത്തുക. വർത്തമാന സാഹചര്യത്തിൽ ശാസ്ത്രം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ദൈനംദിനം ഒരുപാട് പുരോഗമനങ്ങൾ. എന്നാൽ ഇന്ന് സാഹചര്യത്തിൽ വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിസ്സാര പ്രശ്നത്തിന്റെ വേണ്ടി മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് മനുഷ്യർ ജീവനൊടുക്കുകയാണ്. മനുഷ്യൻ ശാന്തിക്ക് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നട്ടോട്ടമോടുകയാണ്. മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി നട്ടോട്ടമോടുന്ന മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനം സൂറത്തുൽ റഅദ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് മനുഷ്യനെ സമുദ്ധരിക്കാൻ അവതീർണമായ ഇഖ്റയുടെ മന്ത്രത്തിനോട് തുടക്കമേ ആരംഭിച്ച പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ റഅദിലൂടെ മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ അല്ലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ സമൂഹമേ, മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി വേണോ? മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം വേണോ? മനുഷ്യ മനസ്സുകൾക്ക് സ്വസ്ഥത വേണോ? അല്ലാഹുവിനെ അവനെ സ്മരിക്കലുണ്ട്. മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു റബ്ബിനെ ഓർമ്മിക്കലുണ്ട്, പടച്ച തമ്പുരാനെ സ്മരിക്കലുണ്ട് മനുഷ്യ മനസ്സുകൾക്ക് സ്വസ്ഥത ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അതിങ്ങനെ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ചു കാണിക്കുകയാണ്. ഖുത്ബയുടെ നിങ്ങൾ കേട്ടല്ലോ മനോഹരമായ ഒരു ചരിത്ര പശ്ചാത്തലം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു ദിനം പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് അൻസാരികൾപ്പെട്ട അബൂ ഉമാമ എന്ന പേരുള്ള ഒരു സഹാബി പള്ളിയുടെ അകത്തളത്തിൽ ദുഃഖിതനായി സങ്കടത്തോടെ ഇരിക്കുകയാണ്. പുണ്യനബി ചോദിക്കുകയാണ്, അബൂ ഉമാമ, സാധാരണ ഞാൻ പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ കാണാനില്ല, ഇന്ന് അസമയത്ത് പള്ളിയിൽ വന്നിരിക്കാൻ കാരണമുണ്ട്. സാധാരണ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ കാണില്ല. റസൂലുള്ള ഒരു ദിനം പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അൻസാരികൾപ്പെട്ട അബൂ ഉമാമ ദുഃഖിതനായി സങ്കടത്തോടെ പള്ളിയിലിരിക്കുകയാണ്. അത്ഭുതത്തോടെ പുണ്യനബി ചോദിച്ചു, എന്തേ ഈ സമയത്ത് പള്ളിയിൽ വന്നിരിക്കാൻ കാരണം?
അവിടെന്ന് പറഞ്ഞു ടെൻഷനാണ് നബിയേ, ദുഃഖമാണ് നബിയേ, സങ്കടമാണ് നബിയേ, മാനസികമായി വല്ലാത്ത പിരിമുറുക്കത്തില്ല, മനസ്സിന് സമാധാനമില്ല. പടച്ച തമ്പുരാന്റെ പള്ളിയിൽ അല്പനേരം ദിക്ർ ചൊല്ലിയിരിക്കാൻ, മനസ്സിന് ഒരു സ്വസ്ഥത ലഭിക്കാൻ പുണ്യനബി മുഹമ്മദ് മുസ്തഫ അബൂ ഉമാമ അങ്ങേക്ക് സമാധാനം വേണോ? സാമ്പത്തികമായ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷയാണോ? ഞാൻ ചില വചനങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരാം. അതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മുഹമ്മദ് മുസ്തഫ അത്ഭുതത്തോടെ എന്റെ സങ്കടം തീരാൻ, എന്റെ പ്രയാസങ്ങൾ തീരാൻ, എന്റെ കടങ്ങൾ ഓടിക്കിട്ടാൻ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ വല്ലാത്ത ആഗ്രഹത്തോടെ പറഞ്ഞു അതാണ് നബിയെ ആഗ്രഹം, അതാണ് എന്റെ അഭിലാഷം. ഈ പള്ളിയുടെ അകത്തളത്തിൽ വന്നിരുന്നത് സങ്കടം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, അങ്ങനത്തെ പറഞ്ഞു തന്നാലും ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു തന്നാലും നബിയെ. കാരുണ്യത്തിന്റെ ദൂതരും വിശുദ്ധ ഖുർആന്റെ അന്വർത്ഥമാക്കുന്ന ആ വചനം ഇദാ അസ്ബഹത വ ഇദാ അംസൈത. അബൂ ഉമാമ രാവിലെയും വൈകുന്നേരം നീ പറയണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി الدين وكفر اللسان. അത്ഭുതത്തിന്റെ പ്രാർത്ഥന പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം, വിശുദ്ധ ഖുർആൻ പറയുന്നു ദിക്ർ ചൊല്ലിയാൽ മനസ്സിന് സമാധാനം ലഭിക്കും, സ്വസ്ഥത ലഭിക്കും. ഏത് പ്രതിസന്ധിയും മറികടക്കാൻ സൃഷ്ടവ ഇന്ന ലികുല്ലി ശൈഇൻ സഖാല സഖാലത്തുൽ ഖുലൂബി ദിക്റുല്ലാഹ്. ഏതൊരു വസ്തുവിനെയും ക്ലീൻ ചെയ്യാൻ ഉപകരണമുണ്ട്. മനുഷ്യ മനസ്സുകൾ സ്ഫുടത്തിലെടുക്കാൻ അല്ലാഹുവിന്റെ ദിക്റാണെന്ന് മുഹമ്മദ് മുസ്തഫ. വിശുദ്ധ ഖുർആൻ പറയുന്നു ദിക്ർ ചൊല്ലിയാൽ മനസ്സമാധാനം ഉണ്ടാവും, ടെൻഷൻ മാറും, കടങ്ങൾ ഒഴികിട്ടും, ശാന്തി സുന്ദരമായ ജീവിതം റസൂലുള്ള തന്റെ സഹാബിയോടെ കാണിക്കുന്നു. അബൂ ഉമാമ എന്ന് പറയുന്ന അൻസാരിപ്പെട്ട ദുഃഖിതനായി കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് പള്ളിയുടെ അകത്തളത്തിരിക്കുമ്പോൾ പറഞ്ഞു മോനെ ഈ രാവിലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ചരിത്രം പറയട്ടെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പ്രാർത്ഥന പ്രിയപ്പെട്ട സ്വഹാബി അരുമശിഷ്യൻ രാവിലെയും വൈകുന്നേരം പ്രാവർത്തികമാക്കി. ദിവസങ്ങൾക്ക് ശേഷം ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ അൽഫല്ലാഹു അമ്മി ഖലാനി ദൈനി. നബിയെ അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചൊല്ലി നബിയെ അൽഫല്ലാഹു അമ്മി. അത് കാരണം എന്റെ ടെൻഷനൊക്കെ പോയി നബിയെ. എന്റെ കടങ്ങൾ വീട്ടാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തന്നു. ഞാനും നിങ്ങളും ചിന്തിച്ചേക്കാം, ഉസ്താദേ ഒരുപാട് നിൽക്കുന്നുണ്ടല്ലോ, ഒരുപാട് സ്വലാത്ത്, പക്ഷെ എന്തും ടെൻഷനാണല്ലോ, കടങ്ങൾ വീഴുന്നില്ലല്ലോ. ഖുർആൻ പറയുന്നു അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ മനസ്സുകൾക്ക് സൃഷ്ടാവിനെ ഓർക്കൽ കൊണ്ട് സമാധാനം ലഭിക്കുമെന്ന് പ്രവാചകൻ തന്റെ സ്വഹാബികളിലൂടെ ഇത് കാണിച്ചു തരികയാണ്. പക്ഷേ യാഥാർത്ഥ്യമാണ്, നമുക്ക് സമാധാനം ലഭിക്കാൻ എന്തോ ഈമാനിന്റെ നിങ്ങൾ ഉന്നതരാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ തരണം ചെയ്യേണ്ടി വരില്ല, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ. അതുകൊണ്ട് അല്ലാഹ് എന്ന ചിന്തയിലൂടെ മനസ്സറിഞ്ഞുകൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുമ്പോൾ മനസ്സാന്നിധ്യത്തോടെ തന്റെ സൃഷ്ടിച്ച റബ്ബിന്റെ മുമ്പിൽ ഇഖ്ലാസോടെ നമ്മൾ ഇരുന്നാൽ നമ്മുടെ റബ്ബ് നമ്മെ കൈവിടുകയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം പാരത്രിക വിജയമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി ഒന്ന് പറഞ്ഞോക്കെ, അർത്ഥവത്തായ വളരെ ആശയമുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി والكسل وأعوذ بك من الجبن
والبخل وأعوذ بك من غلبة الدين وقهر الرجال. അർത്ഥം അങ്ങനെയാണ്. അല്ലാഹുവേ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, ടെൻഷനിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടിക്കുന്നു. അശക്തതയിൽ നിന്ന്, മടിയിൽ നിന്ന്, പിശുക്കിൽ നിന്ന്. വഅഊദു ബിക മിൻ ഗലബത്തിൽ ദൈനി വഖഹരി, കടക്കാരെ വന്ന് ചോദിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്ന കടക്കാരുടെ മുമ്പിൽ വിളിപ്പരാകുക, അവരുടെ മുമ്പിൽ ഒന്നുമല്ല, ഇതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ ദിക്റിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് കാരുണ്യവാനായ റബ്ബ് നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾക്ക് മാപ്പ് നൽകട്ടെ. സാമ്പത്തിക, ശാരീരികമായി, കുടുംബപരമായി എല്ലാ അർത്ഥത്തിലും നമുക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും ഏറ്റിത്തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വേണ്ടപ്പെട്ടവർക്ക് ദുആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ഈമാനോടെ കണ്ണടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.